ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു മാനേജ് ടൈം. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എക്സാമിന്റെ കാര്യങ്ങളും ടൈം ടേബിളും എങ്ങനെ മാനേജ് ചെയ്യണം ടൈം എന്നുള്ളതും ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും എല്ലാത്തിനെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തേക്കാം. അത് കാണാത്തവർ അതുകൂടെ ചെന്നൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അതിന്റെ ബാക്കി പത്രം എന്നതുപോലെയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സാം എഴുതുന്ന കുട്ടികളുടെ കമന്റ് അനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് എക്സാം ഹാളിനകത്ത് കയറിയതിന് ശേഷം എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ടൈം മാനേജ് ചെയ്ത് ആൻസർ ചെയ്യണം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. കറക്റ്റ് നിങ്ങളുമായി ഒരുമിച്ചിരുന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പഠിച്ചിരുന്ന സമയത്തുള്ള രീതിയിലാണോ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ രീതി എന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബറും നമ്മുടെ ഒരു സ്റ്റുഡൻറ്റും ആയിട്ടുള്ള കുട്ടി ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 100 മാർക്കിനാണ് എക്സാം, 2 സെക്ഷൻ ആയിട്ടാണ്. ഓരോ സെക്ഷനും 10 ക്വസ്റ്റ്യൻസ് വീതം വെച്ച് 20 ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പം ടോട്ടൽ 100 മാർക്ക്. ഓക്കെ, നമുക്ക് വരുന്നത് 20 ക്വസ്റ്റ്യൻ. അതിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ഈ 3 മണിക്കൂറിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണം. എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? ഓക്കെ, നമുക്ക് സെക്ഷൻ 1ന് 3 മണിക്കൂറിന്റെ ഹാഫ് എടുക്കാം. 1.5 മണിക്കൂർ വെച്ച് നമ്മൾ സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത സെക്ഷൻ 2ല് അടുത്ത 1.5 മണിക്കൂർ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ 3 ഹവറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ലാതായി. അത് നമ്മളിപ്പോ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ സെക്ഷൻ 1നകത്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ഓരോന്നിനും 5 മാർക്ക് വീതമാണ്, അതായത് 50 മാർക്ക്. ദെൻ സെക്ഷൻ 2നകത്ത് 10 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഓരോന്നിനും 5 മാർക്ക് വീതമാണ്. അപ്പൊ ടോട്ടല് 50 മാർക്ക്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 100 മാർക്കായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യന്, അതായത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് എത്ര സമയം എടുത്ത് എഴുതണം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 1 എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സെക്ഷൻ 1ൽ നമ്മൾ പറഞ്ഞു 3 മണിക്കൂറിന്റെ പകുതി 1.5 മണിക്കൂർ വെച്ച് നമ്മൾ സെക്ഷൻ 1 കംപ്ലീറ്റ് ചെയ്യണം. അതായത് 1 മണിക്കൂറും 30 മിനിറ്റും. അതായത് 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ 60 മിനിറ്റ്, അതിന്റെ കൂടെ ഒരു 30 മിനിറ്റും കൂടി, അതായത് മൊത്തം 90 മിനിറ്റ്. ആ 90 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ, അതായത് സെക്ഷൻ 1ലെ 10 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഫോർ 1 ക്വസ്റ്റ്യന് 90 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി. 9 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ, അതായത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 9 മിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ 9 മിനിറ്റ് ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അതായത് ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ 10 മിനിറ്റ് പോലും എടുക്കരുത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു, ഞാനൊരു കോപ്പിംഗ് മെത്തേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഡെസ്കില് പണ്ട് നമ്മൾ +1ലും +2ലും 10ലും ഒക്കെ ഓരോരുത്തർ കോപ്പി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം ടേബിളിൽ ഓരോ പോയിന്റ്സ് എഴുതി വെക്കും. പക്ഷേ ഞാൻ കോപ്പി അടിക്കാൻ വേണ്ടി എഴുതി വെച്ചിരുന്ന പോയിന്റ് എന്ന് പറയുന്നത് ടൈം ആയിരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാം ടിപ്സിന്റെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്തവർ അത് ചെന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അതിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 11:52 ആകുമ്പോൾ, ഈ സമയമാകുമ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ നിർത്തണം. അത് 11:53 ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാനുള്ള, അതായത് നെക്സ്റ്റ് ആൻസർ എഴുതാനുള്ളതിൽ നിന്നും 1 മിനിറ്റ് നമുക്ക് നഷ്ടമായി. ആ രീതിയിൽ ഒരിക്കലും ആൻസർ എഴുതാൻ ശ്രമിക്കരുത്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും 10 മിനിറ്റ് പോലും എടുക്കരുത്. 9 മിനിറ്റിൽ തന്നെ ആ ക്വസ്റ്റ്യൻ എഴുതി തീർക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം.
ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഒന്നും കൂടി ഇതിൽ ഞാൻ പറയാം. കാരണം ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു ക്വസ്റ്റ്യൻ എഴുതി നിങ്ങൾക്ക് 9 മിനിറ്റും നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് ഇനിയും ആ ക്വസ്റ്റ്യനെ പറ്റിയിട്ടുള്ള പോയിന്റ്സ് ആൻസേഴ്സ് അറിയാമെങ്കിൽ കൂടിയും നിങ്ങൾ അത് എഴുതാൻ നിൽക്കരുത്. എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാനുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് ആൻസർ എഴുതുമ്പോൾ ആ ഒരു ടൈം അവിടെ കുറഞ്ഞു കിട്ടും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും. ചിലപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറിയുന്നതായിരിക്കില്ല. അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യന് ചിന്തിച്ച് എഴുതാനുള്ള സമയം കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാൽക്കുലേഷനും കൂടി ചെയ്ത് ഞാനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ സബ്ജക്റ്റ് പഠിക്കുന്ന സ്റ്റുഡൻസിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതുന്ന എല്ലാവരും സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇരുന്ന് എഴുതുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് സെക്ഷനിൽ പറയുക. മാക്സിമം ഡിലേ ഇല്ലാതെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അതോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.